അർത്ഥം സ്തുതിക്കുന്നവർ പുറപ്പെട്ടാൽ വിജയം കിട്ടും. സംഗതി ശരിയാണ്. എന്നാൽ അത് മാത്രമാണോ പ്രൈസ് യഹൂദ പുറപ്പെടട്ടെ എന്ന് പറയുവാനുള്ള കാരണം? നമ്മൾ ചരിത്രം വായിക്കുവാൻ പഠിച്ചാൽ 40 വർഷത്തെ ഹല്ലേലൂയ സ്തോത്രം മരുഭൂമി യാത്രയുടെ പശ്ചാത്തലം നമ്മൾ പഠിച്ചാൽ the most numerous and powerful tribe, ആ ഇസ്രായേൽ ഗോത്രത്തിന്റെ ഏറ്റവും കൂടുതലുള്ള പവർഫുള്ളായ ട്രൈബാണ് പ്രൈസ് ലോർഡ്. ആര്? യഹൂദഗോത്രം. നമ്മൾ പഠിച്ചാൽ അതിന്റെ 26-ാം അധ്യായം 19 മുതൽ 22, നമ്പേഴ്സ് 26 verse 90 to 22. അതിൽ 22 മാത്രം വായിച്ചാൽ 26-ാം അധ്യായത്തിന് 22-ാം വാക്യം വായിച്ചാൽ അവരിൽ എണ്ണപ്പെട്ട യഹൂദഗോത്രത്തിൽ എണ്ണപ്പെട്ടവരായി 40 വർഷത്തെ മരുഭൂമിയിലെ യാത്ര കഴിഞ്ഞ് മോവാബി സമഭൂമിയിൽ, അതായത് കനാന്യ ദേശത്തേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു എണ്ണമെടുത്തപ്പോൾ അവർ എത്ര പേരുണ്ട്? 76,500 മെമ്പേഴ്സ്. അത് 20 വയസ്സിന് മുകളിലുള്ളവര്. എണ്ണപ്പെട്ടവർ പറയുന്നത് 20 വയസ്സിന് മുകളിലുള്ളവർ എത്ര പേരുണ്ട്? 76,500 പേർ. എന്നാൽ 1-ാം അധ്യായത്തിന് 26-27 വാക്യം ഒന്ന് വായിച്ചേ. നമ്പേഴ്സ് chapter 1 verse 26 and 27. We can see that അവരവിടെ നിന്ന് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ഈ ജോർദാൻ അല്ല ചെങ്കടല കടന്ന് ഇങ്ങനെ കരയിൽ വന്നപ്പോൾ എണ്ണമെടുത്തു. എത്ര പേരുണ്ട്? 74,600 പേർ. എന്നാൽ ഇപ്പോൾ 40 വർഷത്തെ മരുഭൂമിയുടെ യാത്ര കഴിഞ്ഞപ്പോൾ എത്ര പേരുണ്ടായി? 76,500. അതായത് 40 വർഷത്തിൽ ഇവർ കുറയുകയല്ല, ഇവർ വർദ്ധിക്കുവാനിടയായി. ഇവരുടെ ജീവിതത്തിൽ ഒരു വർധനമുണ്ടായി. തമ്പുരാൻ ഒരു കാര്യം മനസ്സിലായി. ഏതെല്ലാം പ്രതികൂലങ്ങൾ ഹല്ലേലൂയ പറന്നു കൊണ്ടുള്ള വൈശാലിക ശക്തി ഇവരുടെ നടുവിൽ ഊടാടി സഞ്ചരിച്ചിട്ട് ഇതിന്റെ നടുവിൽ കോരക പ്രശ്നമായിട്ട് കടന്നു വന്നിട്ട് ഇതിന്റെ നടുവിൽ എന്തെല്ലാം ദുരാഗ്രഹങ്ങളുടെ പ്രശ്നങ്ങളുണ്ടായിട്ട് അതിന്റെ നടുവിലെല്ലാം വളർന്ന ഒരു തലമുറയുണ്ട്. അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു പിശാചിനും പറ്റുകയില്ല. ഇതൊരു ദൈവാത്മ പറയട്ടെ, 25 അവസാന ദിവസങ്ങളിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് എടുക്കുന്ന ദിവസങ്ങളാണ്. ദൈവാത്മ ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വളർച്ച എന്തോ മാത്രം. ജനുവരിയുടെ ആത്മീയ സ്ഥിതിയാണോ അത് നവംബർ ഉള്ളതെന്ന് ഇന്നുവരെ ദൈവാത്മകമായി ചോദിക്കുമ്പോൾ അവൻ നിന്നെ മുൻനിരയിൽ നിർത്തുവാൻ കൊള്ളുന്നവനെന്ന് ദൈവത്തിന് തോന്നുന്നു.